CPI ഇനിയും ഇടതുമുന്നണിയിൽ തുടർന്നാൽ അത് നാമാവിശേഷമാകും എന്ന് ഇപ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം CPMനെ കുറ്റപ്പെടുത്തി നിരവധിയായ വിഷയങ്ങളിൽ സംസാരിക്കുന്നത്. ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPIക്ക് ലഭിച്ച വോട്ടുകളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പറയാതിരിക്കാൻ വയ്യ എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറയുന്നത്. CPIയെ തേജോവധം ചെയ്യാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. CPIയെ ഒതുക്കാനും CPIയെ ഒന്നുമല്ലാതാക്കാനും ജോസ് കെ മാണി ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയത് മുതലേ ശ്രമിക്കുകയാണ്. ഇത് തന്നോട് കാനം പറഞ്ഞിരുന്നതായും കാനം രാജേന്ദ്രൻ്റെ ആ ഉൾഭയം വളരെ വ്യക്തമായി തന്നെ പ്രകടമായിരുന്നു എന്നതും ബിനോയ് വിശ്വം ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തിൻ്റെ കൂടെ ചേക്കേറിയത് അധികാരത്തിന് വേണ്ടി മാത്രമാണ്, അതായത് നിലനിൽപ്പിന് വേണ്ടി മാത്രം, അല്ലാതെ ആദർശങ്ങളും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഐഡിയോളജിയുടെയും പേരിലല്ല മാണി കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ചേർന്ന്. എന്നിട്ടും CPIയുടെ പല സിറ്റിംഗ് സീറ്റുകളും മാണി കോൺഗ്രസ്സിന് നൽകാനും മാണി കോൺഗ്രസ്സിനെ പരിപോഷിപ്പിക്കാനും ആവുന്നത്ര കളി കളിച്ചു. കോട്ടയത്തുള്ള പ്രധാനപ്പെട്ട സീറ്റുകൾ ചിലത് ജോസ് കെ മാണിക്ക് വെച്ച് കൈമാറാൻ ആദ്യം ഒരു തിടുക്കപ്പെട്ട നടപടി നടത്തിയിരുന്നു. മാത്രമല്ല മാണി കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാൻ, എന്തിനധികം പറയുന്നു, പാലായിൽ വളരെ പൊരുതി ജയിച്ച മാണി സി കാപ്പൻ്റെ, അന്ന് അദ്ദേഹം ഇടതുപക്ഷമായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ സീറ്റ് പോലും ജോസ് കെ മാണിക്ക് കൊടുത്ത് നെറികെട്ട രാഷ്ട്രീയം കളിച്ചവരാണ് CPMകാർ. അതിന് കാലം കൊടുത്ത മറുപടിയാണ് പാലായിലെ തോൽവിയെന്ന് CPI വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ CPI ഇടതുപക്ഷം വിടേണ്ട അനിവാര്യതയിലേക്ക് വന്നിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം അവിടെയും വലിഞ്ഞു കയറി ചെല്ലുകയാണെങ്കിൽ, നാണവും മാനവും ഇല്ലാതെ വലിഞ്ഞു കയറി ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാം എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കേരള കോൺഗ്രസ് എം എല്ലാ രീതിയിലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായി സഹായത്തിന് വന്നത് കോൺഗ്രസ് MLAമാരാണ്. KM മാണി വലിയ തോതിൽ അഴിമതി നടത്തിയിരിക്കുന്നു, ബജറ്റ് വിറ്റു എന്നുള്ള രീതിയിലൊക്കെ വലിയ ആരോപണങ്ങൾ നടത്തി നിയമസഭയിൽ കയ്യാങ്കളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതാണ്. അന്ന് കയ്യാങ്കളി നടത്തിയ പല പ്രമുഖരായ നേതാക്കളും ഇന്ന് മന്ത്രിമാരാണ്. ശിവൻകുട്ടി അടക്കമുള്ളവർ. അവർക്കെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗവൺമെൻറ് അതിനുവേണ്ടി ചെലവഴിച്ചത് പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങളാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ നാണവും ഉളുപ്പും പിണറായി വിജയനുണ്ടോ എന്നാണ് CPI ചോദിക്കുന്നത്. ഏതായാലും മാണി കോൺഗ്രസ്സിന് ഇനി ഉയർച്ച ഉണ്ടാകുകയില്ല എന്നും ഇത് പരമാവധിയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്.